നമസ്കാരം. ഹായ് ഗൈസ്. രാവിലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബർദുബായിലുള്ള അമ്പലത്തിൽ വന്ന് തൊഴുതു. ഞാനും ദേവയുടെ ഫാമിലിയുണ്ട്. ഞാൻ സെപ്പറേറ്റാണ് വന്ന കാര്യം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള ഡൗട്ടാണ്. ഞാൻ പറഞ്ഞു അവരോട് നിങ്ങൾ പൊക്കോ, ഞാൻ ഡയറക്റ്റ് വരാം. പക്ഷേ ഭാഗ്യവശാൽ ശ്രീകൃഷ്ണൻ എന്നെ കാണണം, അതുകൊണ്ട് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് എത്താൻ പറ്റി. ഹായ്. ഹലോ, നമസ്കാരം. ദേവയുടെയും പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ദേവയും പ്രാർത്ഥിച്ചു, പിന്നെ ഞാനും വന്ന് ഡയറക്റ്റ് പറഞ്ഞു. അപ്പോൾ ഡബിൾ എഫക്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെരുന്നാൾ ആശംസകൾ അമ്മ. പപ്പയുടെ മുടി നമ്മൾ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് അമ്മകത്ത് ബേസിക്കലി കുഞ്ഞു സാധനങ്ങൾ തന്നെ, വലിയ സർപ്രൈസസ് ഒന്നുമില്ല. പക്ഷേ അമ്മ ആക്ച്വലി പലവരുടെയും വീഡിയോസും ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയുണ്ട്. മറ്റേ ഈ 2 ചിപ്സ് കാണിച്ചു കൊടുത്തിട്ട് ചൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഭവമില്ലേ, അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറേ തവണ വീഡിയോസ് ഉണ്ട്, നല്ല സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ബേസിക്കലി അമ്മയ്ക്ക് ഇഷ്ടമാണ് പുറത്ത് പോകാനും, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അമ്മയെ കൊണ്ടുപോകുന്നതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു ഇതുകൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്സ് ആണെങ്കിലും, ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്സ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതും വെജ് സ്പോട്ട്സ് ആണ്. 2 നോർമൽ ഓപ്ഷൻസ് വെജ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ അമ്മ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു രസമുണ്ടല്ലോ. അപ്പോൾ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഓപ്ഷൻസ് ഉണ്ട്, എന്ത് കാര്യത്തിനാണെങ്കിലും. അപ്പോൾ എന്നിലധികം ഓപ്ഷൻസ് ഒന്നും. അതെ ഓഫ് ചെയ്തോ. നേരത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ സ്പൈക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, 2 ഓപ്ഷൻസ്. കം ഹിയർ, ലുക്ക് അറ്റ് ദി ഓപ്ഷൻസ്. 2 ഓപ്ഷൻസ്, ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. മാറിനെ ചൂസ് ചെയ്തോളാം. എനിക്ക് മറ്റേത് ഏകദേശം അതൊക്കെ തന്നെ വരും. അപ്പോൾ അവര് പോയി. ദേവൻ എൻ്റെ കൂടെ വന്നു. നമ്മുടെ 1 മാസത്തെ എൻ്റെ കാർ ഗീലി പുത്തൻ വണ്ടി ഇത് 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ മൈലേജ് തീരെയില്ല. 1 ലിറ്ററിന് ഒരു 7-8 ഒക്കെ കിട്ടുന്നുള്ളൂ. ഇനി 1 മന്ത് ഇതായിരിക്കും, നമ്മളുടെ BMW കിട്ടുന്നവരെ ഇതായിരിക്കും. അപ്പോൾ ഇനിയിപ്പം നേരെ ശരവണ ഭവനിൽ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരു ചേട്ടനും വന്ന് സംസാരിച്ചു. വീഡിയോ അവർ ആക്ച്വലി നമ്മൾ വീഡിയോ അമ്മേനെയൊക്കെ കടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അവരിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മൾ കണ്ടിട്ട് ചിരിക്കണത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. അതേപോലെ സോങ് കണ്ടതാന്ന് പറഞ്ഞു. 2 days ബാക്ക് ദേവ ആസ്റ്ററിൽ പോയിരുന്നു. ആസ്റ്ററിൽ പോകുന്നവരെ ഇങ്ങനെ ചോദിച്ചു, വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ട്, വീഡിയോ ഒക്കെ വരുന്നതല്ലേ? അല്ലേ, വീഡിയോ ഇടുന്നതല്ലേ ചേച്ചി, വീഡിയോ വീഡിയോ എടുത്തതാ. അപ്പോൾ 2 പേര് വേറെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷം. നമ്മൾ ജസ്റ്റ് തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. യെസ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ ശരവണ ഭവൻ. എൻ്റെ പാർക്കിംഗ് ഇച്ചിരി എക്സ്പെൻസീവ് പാർക്കിംഗ്, മണിക്കൂറിന് 20 ദിർഹംസിനാണ് ഞാൻ ഇട്ടത്. കാര്യം മറ്റേ മൊബൈൽ എടുത്തിട്ടുണ്ടായില്ല, അതിൽ നിന്ന് പാർക്കിംഗ് ഇടുന്നത് എപ്പോഴും അത് എടുത്തിട്ടുണ്ടായില്ല. പാർക്കിംഗ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ബട്ട് സംടൈംസ് കൺവീനിയൻസിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്, അല്ലേ ദേവ? അപ്പോൾ എന്തായാലും വിഷമമൊന്നുമില്ല. നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു, ചീട്ടിനകത്ത് എഴുതിയിട്ട് പിക്ക് ചെയ്യുന്നു. ആൻറ്റിയുടെ പിറന്നാളായിട്ട് ഈ നിമിഷത്തിൽ 2 വാക്ക്. പൊങ്കൽ വട, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അമൃത ഓർമ്മ വരുന്നു. അവിടെ സ്ഥിരമുള്ളത്
റാഗി ദോശ ഗൈസ്. ആൻറ്റിയുടെ പിറന്നാളായിട്ട് ആൻറ്റിക്ക് ഓപ്ഷൻ കൊടുത്തു, പക്ഷേ വടയാ നമ്മളായിട്ട് ഓപ്ഷൻ കഴിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മളോട് പറയാണ്ട് കഴിച്ചിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് കരാമ സെൻറ്ററിലോട്ട് പോവുകയാണ്. എൻ്റെ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വെറുതെ എന്തിനാ 2 വണ്ടി എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്. പുത്തൻ കാർ ബാക്കിലത്തെ സീറ്റ് കവർ പോലും അവർ ഊരിയിട്ടില്ല. ഇറ്റ്സ് നൈസ് ടു ഡ്രൈവ് എ ഗീലി. എനിക്ക് ചൈനീസ് കാറുകളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ബട്ട് ദിസ് ഇസ് ഗുഡ് ടു ഡ്രൈവ്. സിറ്റി എസ്പെഷ്യലി സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കാൻ നല്ല വണ്ടി കൊള്ളാം. ഗീലി യെസ്. അപ്പം ഇനിയും പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം അത് കഴിഞ്ഞു. അതൊരു 1.5 hours എടുത്തു. ആ കാര്യം ഓരോ തപ്പി പോയി. കരാമയില്ലേ കരാമ സെന്ററിൽ ഈ അടുത്തടുത്ത് ഗോൾഡ് ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് നോക്കി വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം കേട്ടോ ഞാൻ സൈൻ ബൈ കോസ്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ദേവയുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് പോയി. നമ്മുടെ കാർ മാറ്റിയായിരുന്നു പാർക്ക് ചെയ്ത്, അവിടെ കൊണ്ടുവിട്ടു. എന്നിട്ട് നമ്മളിനി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് നമ്മളിനി ലഞ്ചിന് പിള്ളേരെയും കൊണ്ടായിരിക്കും മിക്കവാറും ഇനി ഇറങ്ങുക. എൻ്റെ അനിയത്തിക്ക് ബോർഡ് എക്സാം തുടങ്ങി. അപ്പോൾ അവള് ബ്രിട്ടീഷ് കരിക്കുലത്തിലാണ്. അപ്പോൾ എന്താ അവള് ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3 hours ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി അവരെ റൈറ്റ് ഇത് ഗറൂദ് റൈറ്റ് സ്ട്രൈറ്റ് പോയാൽ എത്തൂല. ഇത് ഫെസ്റ്റിവൽ മറ്റേ റോഡല്ല. അപ്പോൾ എൻ്റെ അനിയൻ നല്ല ഉറക്കമായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവനെയും മോളെയും കൊണ്ട് നമ്മളിനി ലഞ്ചിന് ഇറങ്ങും. ലഞ്ചിൻ്റെ ഓപ്ഷൻ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാം. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് നൈസായിട്ട് നമ്മളൊരു ഓപ്ഷൻ ചോദിച്ച് വാങ്ങിച്ചു. ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടൽ എക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് കോൺവെർസേഷൻ ഇടയ്ക്ക് ആ എക്സിനെ പറ്റി പറഞ്ഞപ്പം ദേവയുടെ അമ്മ പറഞ്ഞു ആ എക്സ് ബർത്ത്ഡേക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പ്രിഫറൻസ് നമ്മൾ അതിന് മനസ്സിലാക്കി. അപ്പോൾ ആ എക്സിന് പകരം നമ്മൾ ആ പ്രിഫറൻസ് നമ്മൾ ഇതിലിട്ടിട്ട് റൈറ്റ് ആണല്ലേ. ഇതിലേം പോയി എനിക്കറിയാം. നമ്മൾ ആ പ്രിഫറൻസ് ഇനിയിപ്പോൾ നമ്മൾ പേപ്പറിലേക്ക് മാറ്റി എഴുതി നമ്മൾ കൊടുക്കും. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റില്ല. എവറിത്തിങ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇല്ലെങ്കിൽ ആദ്യം വീണ്ടും റോഡ് തെറ്റിക്കും. ഉച്ചയ്ക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉഷ ആൻറ്റി സദ്യ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി സദ്യ കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ നമ്മൾ പോലും അറിയാതെ ഉഷ ആൻറ്റി ഇവിടെ നല്ല അടിപൊളി വെജിറ്റേറിയൻ സദ്യ ഉണ്ടാക്കിയിരിക്കുകയാണ്. വെജിറ്റേറിയൻ സദ്യ എന്ന് ഞാൻ ആവേശത്തോടെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് സങ്കടമുണ്ട്, ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഒരു ദിവസമല്ലേ. ഇവർ തൃശ്ശൂരും ഞാൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ബോളിയെ പറ്റിയൊന്നും വലിയ നിശ്ചയമില്ല. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ബോളിയൊക്കെ ഇവരെ കൊണ്ട് കഴിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ ശീലങ്ങൾ മാറ്റാം. സെക്കൻഡ് ഓപ്ഷൻ ആക്ച്വലി ലഞ്ച് ആയിരുന്നു. പക്ഷെ ലഞ്ച് ആൻറ്റി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഇനി തേർഡ് ഓപ്ഷനിലേക്ക് കടക്കാൻ പോകണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഫുഡ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, പാതി കാണിച്ചു കൊടുക്കും. അപ്പം 2 ഓപ്ഷനാണ്. മര്യാദയ്ക്ക് പഠിക്കണം കേട്ടോ. മുകളിലും താഴെ ഞാൻ പിടിക്കൂല, ഞാൻ നടുക്കും. 2 കൈ വയ്ക്കും എപ്പോഴും. ബാക്ക് കാണിക്കണം, ഫ്രണ്ട് കാണിക്കരുത് കേട്ടോ. അപ്പം ആൻറ്റി ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ആദ്യം കാണിക്കല്ലേ. ആദ്യം കാണിക്കുന്നത് അല്ല, ആദ്യം കാണിക്കുന്നത് കാണുന്നുണ്ട്. താൻ വെറുതെ ഇങ്ങനെ കാണിക്കൂ.
അങ്ങനെ അത് മതി ഏതെങ്കിലും ഒരെണ്ണം ആൻറ്റി എടുക്കണം രാവിലെ ചെയ്ത പോലെ. ഓക്കെ അല്ലേ? കണ്ണടച്ച് പ്രൈസ് മണിയാണ്. ഒന്ന് 10,000 ഉണ്ട്, ഒന്ന് 20,000. അമ്മ കണ്ണടച്ചിട്ട് ചൂസ് ചെയ്യൂ. അതായത് കണ്ണടച്ച് ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ, എല്ലാവരും സോക്സ് 2000. രണ്ടാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു, ബൗളിംഗ് ആയിരുന്നു. സോക്സ്. ആൻറ്റിക്ക് ഇതിൽ ഏതാ പേഴ്സണലി ഇഷ്ടം? രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോപ്പിംഗ് അല്ലേ ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് കൂടുതലതാ. ഇത് എൻജോയ് ചെയ്യല്ലേ അല്ലേ, കുഞ്ഞൊക്കെ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ No, there is no choice. Actually, there's no choice. ഷാമയ്ക്ക് പേഴ്സണലി വേണം. ആൻറ്റി മക്കൾക്ക് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുക എം സി സിയിൽ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഫുൾ ഫ്ലെഡ്ജ് ഷോപ്പിംഗ് ഒന്നും വേണ്ടല്ലോ. എനിക്ക് കുഞ്ഞി ലൈക്ക് ഒരു സ്മോൾ ഷോപ്പിംഗ്. മിനിസോ എന്തെങ്കിലും മിനി ആയിട്ട്. ഓക്കെ, ഷോപ്പിംഗ് ഓക്കെ ആണോ? ഹാപ്പി ആണോ ഷോപ്പിംഗിൽ? അപ്പോൾ പുള്ളിക്കാരിക്ക് ഷോപ്പിംഗ് കിട്ടി. നമ്മളിനിയും ആദ്യം ഒരു കോഫി കുടിക്കുന്നു, എന്നിട്ട് ഷോപ്പിംഗ്. അപ്പോൾ കോഫി കുടിക്കാൻ നമ്മൾ കത്രീനയിലെത്തി. എൻ്റെയും ദേവയുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. കത്രീനയിലെ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്തെങ്കിലും ഉണ്ടോ? മിക്ക ദിവസം വരുന്നുണ്ടല്ലോ. വലിയ താമസമില്ലാണ്ട് ഒരു കത്രീന സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ തുടങ്ങാം അല്ലേ? അറീന കത്രീനയുടെ കോമ്പറ്റീഷൻ. So we ordered cafe latte, cappuccinos and മാളു എന്താ ഓർഡർ ചെയ്തു? മാളു ആൽമണ്ട് ക്രോissant ഓർഡർ ചെയ്തു. നമ്മൾ പഫ്സ് ഓർഡർ ചെയ്തു. ബേസിക്കലി ഇവിടെ നിന്ന് എല്ലാം ഓരോന്ന് പറട്ടെ എന്ന് പറഞ്ഞു നമ്മൾ. വെയിറ്റിംഗ്. എന്താ പറയൂ മാളു എന്താ പറയാൻ വന്നേ? ഹലോ, ബാക്കി പറയൂ. അത്രേ ഉള്ളൂ. ആദ്യം ഇൻസ്പയർഡായി ഞാൻ പറഞ്ഞ പിക്കോളോ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ പറഞ്ഞു കേട്ടോ നന്നായിരിക്കും. അപ്പോൾ ദേവയ്ക്ക് എന്നും രാവിലെ പിക്കോളോ ആണ്. ആൻറ്റി എടുത്ത് പറയും രാവിലെ പിക്കോളോ ഉണ്ടാക്കി തന്നു. ഇല്ല, ഐ വാണ്ടഡ് എ സ്മോൾ ഷോട്ട്, ദാറ്റ്സ് വൈ. ഓറഞ്ച് ജ്യൂസ് എങ്ങനെയുണ്ട്? അയ്യോ, എന്ത് ഇത് ഓറഞ്ച് അല്ല, ഇത് മാംഗോ. ഓറഞ്ച് ജ്യൂസ് ഞാൻ പ്രശ്നം മാത്രമേ കുടിക്കാറുള്ളൂ. നമ്മളിപ്പോൾ പ്രൈമാർക്കിലാണ് ചായ കുടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ സിറ്റി സെൻറ്ററിനകത്താണ്. അപ്പോൾ അവിടെ ബിക്കോസ് അമ്മ ചോസ് ഷോപ്പിംഗ്. നമ്മൾ ഷോപ്പിംഗ് സിറ്റി സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് പ്രൈമാർക്ക് ട്രൈ ചെയ്യണം. കാരണം ഞാൻ UK-ലുള്ള സമയത്ത് നമ്മൾ പ്രൈമാർക്കിൽ നിന്ന് കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്രൈമാർക്കിലേക്ക് വന്നു. ഞാനിപ്പോൾ ഗ്രീൻ കളറായല്ലോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചാർജ് തീരാറായോ? അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഷോപ്പിംഗ് ഇപ്പം ഒരു 15-20 മിനിറ്റ്സിൽ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അങ്ങനത്തെ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മൂലയിൽ പോയി ഫോണും നോക്കി ഇങ്ങനെ നിൽക്കും. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് അംബാനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അംബാനി അങ്ങനെ ചെയ്യട്ടെ, ഞാൻ വെറുതെ ഇരിക്കുന്നു. Malu is like a princess in Disneyland. ഹായ്. അപ്പോൾ പ്രൈമാർക്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയില്ല എന്നാണ് ദേവ പറഞ്ഞത്. കാര്യം ഞാൻ വെളിയിലായിരുന്നു, ഞാൻ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ദേവയുടെ ബ്രദർ കുഞ്ഞു
കുഞ്ഞുവിന് ഒരു ഷർട്ട് നോക്കാൻ ഞാനും കുഞ്ഞും കൂടെ പോയി. കുഞ്ഞുവിനൊരു ഒരു അറിയാവുന്ന ആളുടെ ബാച്ചിലർ പാർട്ടി ഉണ്ട്, അതിന് വേണ്ടിയിട്ടൊരു ഷർട്ട് നോക്കാൻ പോയി. പക്ഷേ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. സോ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കുവശം, ഇരിപ്പുവശം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോറിലോട്ട് പോവാണ്. അമ്മയ്ക്കൊന്നും കിട്ടിയില്ല. സോ നമ്മൾ അമ്മയ്ക്കാണ് തപ്പാൻ വന്നത്. പക്ഷേ ഒന്നും കിട്ടാത്തതുകൊണ്ട് വേഗം സെർച്ച് ചെയ്യാം. അപ്പോൾ ഇനി സെർച്ച് ചെയ്തിട്ട് അടുത്ത സെറ്റ് എനിക്ക് പ്രാഡയുടെ ഗ്ലാസ് ഷെയ്ഡ്സ് വാങ്ങിച്ചു തരണം. വെർസേഷയുടെ വാങ്ങിച്ചു തന്നല്ലോ. പക്ഷേ പ്രാഡ് അതൊക്കെ ഒരു വില കിട്ടും. ഒരുപോലെ അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ഓഫ് ഇത് കൊടുക്കും, ഓപ്ഷൻസ് കൊടുക്കും ഡിന്നറിന്. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നു പറഞ്ഞത് നേരത്തെ? പറഞ്ഞത് ആദ്യമായിട്ടാണ് പപ്പ ഒരു ഹോൾ ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഇതിനു മുമ്പ് എത്ര ബർത്ത്ഡേസ് കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ? അതുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഓൾ ഡേ എന്റെ കൂടെ നടന്നിട്ടൊന്നുമില്ല. വെളുപ്പിനെ തൊട്ട് അല്ലേ? എന്റെ ഭയങ്കര ഡ്രീം ആയിരുന്നു എന്റെ. താങ്ക് യു. നമുക്ക് ഇനിയിപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസി. കുഞ്ഞിനെയും കൂടെ കാണിച്ചോ? വീഡിയോയില് മാത്രം ഇങ്ങനെ കോമഡി ആയിട്ട് നിൽക്കണുള്ളൂ. കുഞ്ഞ് രാവിലെ തൊട്ട് ഈ ഒരേ എക്സ്പ്രഷൻ കിളി പോയ പോലെ കുഞ്ഞു നിൽക്കണത്. ഏതാണ്? ക്രൗൺ പ്ലാസ. നമ്മൾ ആക്ച്വലി നമ്മൾ കഴിക്കും. ഇത് ഇതൊരു പപ്പയ്ക്ക് കുടിക്കണോ? കുടിക്കേണ്ടവർക്ക് കുടിക്കാം. ഇറ്റ്സ് എ റെസ്റ്റോ ബാർ ആൻഡ് ഇറ്റ്സ് എ റൂഫ് ടോപ്പ് റെസ്റ്റോ ബാർ. എന്താ ഫുഡായിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പോയപ്പോൾ സ്നാക്സ് ഒക്കെ ആയിരുന്നു കഴിച്ചത്. പക്ഷേ ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. അമ്മയ്ക്ക് റെസ്റ്റോ ബാറിൽ പോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത്രയും. ഇത് നമ്മൾ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്തു. അല്ലെങ്കിലും അതെ, എനിക്ക് ഒരു റെസ്റ്റോ ബാറിൽ പോകണം എന്നല്ല. പോയില്ലോ? അങ്ങനെയല്ല, ഇവിടെ പോകണം എന്ന്. അതെ, ലാലൂർക്ക് ആയിട്ട്. പക്ഷെ ഇവിടെ പോകണം എന്നായിരുന്നു അല്ലേ ആഗ്രഹം? ഇവിടെ ബാംഗ്ലൂർ നമ്മൾ പോവാത്ത റെസ്റ്റോ ബാർ ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ പോവാറില്ല. എന്താ പോവാത്തത്? അത് എനിക്ക് പൊതുവെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പപ്പയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമാവുമായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് മറ്റേ ഗേൾസ് ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആണ് ആദ്യം. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനിയും പോകണം എന്നുള്ളൊരു തോന്നലും. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ടത് ആവശ്യമുണ്ടെന്നൊക്കെ അങ്ങനെ ഇപ്പോഴും വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പും കൂടി വേഗം പോകണം, നമുക്ക് കല്യാണം കഴിയട്ടെ, അപ്പോൾ പ്ലാൻ ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. ആരുടെ കല്യാണം? അപ്പോൾ സോ വി ആർ ഗോയിങ് ടു ദിസ് റെസ്റ്റോ ബാർ വിച്ച് അമ്മ ഹാസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഹിയർ. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയല്ലേ. ഇവിടെ നമ്മൾ ഒരു 1.5 മാസം മുമ്പ് എൻ്റെ ബർത്ത്ഡേക്ക് പോയതായിരുന്നു. അന്ന് ആൻറ്റിയൊക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും ദേവയും കൂടെ പോയത്. അപ്പോൾ എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാം. എന്തായാലും എല്ലാവരും കൂടെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു മനോഹാരിത ഉണ്ടല്ലോ. ആ മനോഹാരിത നമുക്ക് എന്തായാലും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ബൈ, അവിടെ കാണാം. ഹായ്, നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. 2 പ്ലാറ്റർ, മീറ്റ് സ്ലൈഡർ ഉള്ള പ്ലാറ്റർ. നമ്മൾ അതിനകത്ത് മീറ്റ് സ്ലൈഡർ ബീഫ് റീപ്ലേസ് ചെയ്തിട്ട് മോർ ഓഫ് വിങ്സ് ആൻഡ് ചിക്കൻ, ഡൈനമൈറ്റ് ഷ്രിംസ് നമ്മൾ ആക്കിയിട്ടുണ്ട്. ആ ചേട്ടന് ദയവ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ നഗ്ന സത്യം പറയുന്ന ഒരാളുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ മിത്രങ്ങളാവാം. അങ്ങനെ ഓസിന് മിത്രമാവാൻ നമുക്ക് താല്പര്യമില്ല എന്ന് ദേവ പറഞ്ഞു. അപ്പോൾ എന്തായാലും വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന രസമുണ്ട്. നമ്മൾ കുറേ ഭക്ഷണം കഴിച്ച് അതാവാൻ വേണ്ടി വന്നതല്ല.
ചൂടൊന്നുമില്ല, പ്ലസന്റ്. ചൂടില്ലല്ലോ. അപ്പം യെസ്, അപ്പം എന്തായാലും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു, മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഭക്ഷണം വരട്ടെ. This is another cafe. Loon Cafe. കുറച്ചുകൂടി എസ്തെറ്റിക്കലി പ്ലീസിങ് ആണ്. ലൈ അതെ, അടിപൊളി. what was that? അതിക്ക് കപ്പലണ്ടി ഫാൻ. ഹലോ, നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി ആംബിയൻസ്, നല്ല നല്ല രസമുണ്ട്. Oh yeah, it's a perfect place. ആദ്യം അമ്പലത്തിൽ പോയി നല്ല പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി. പിന്നെ നല്ല നല്ല ഫുഡുകൾ, പിന്നെ നല്ല എക്സ്പീരിയൻസ്. ഇതുപോലെ ഞാൻ ഇതേവരെ എക്സ്പീരിയൻസ് ചെയ്യാതെല്ല, എന്താ പറയുക, ഇമോഷണലി ഫിസിക്കലി എല്ലാം എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതെന്റെ സന്തോഷമാണ്. അത് ഭയങ്കര ഹാപ്പി. പിന്നെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ആംബിയൻസും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി കണ്ടുപിടിച്ച ആദിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഇനിയും ഇതുപോലെയുള്ള ഈ ഹോട്ടലും ആൻറ്റിയുടെ മോളെയൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ ഫാമിലി കോണ്ടന്റും അതെ ഓക്കെ. അപ്പം നമുക്ക് ഇനിയും ഫാമിലി കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പം അങ്കിൾ ഇനിയും ചീത്ത വിളിക്കുക, അങ്കിൾ വെളിയിൽ കാർ കൊണ്ട് നിൽക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് കാണാം. യെസ്, ഓക്കെ. ഇന്ന് ഉച്ചയ്ക്ക് ഇത്രയും പെട്ടെന്ന് സദ്യ ഉണ്ടാക്കിയില്ലേ? എത്ര സമയം എടുത്തു? എത്ര സമയം എടുത്തു? പറയൂ. 3 മണിക്കൂർ കൊണ്ട് ഫുൾ ഫ്ലെക്സ് സദ്യ ആൻറ്റി ഉണ്ടാക്കി വിത്ത് പായസം ആൻഡ് പപ്പടം. 3 മണിക്കൂറേ എടുത്തുള്ളൂ. സ്വയം പറയാണ് 3 മണിക്കൂർ എടുത്തുള്ളൂ. ഞാൻ മെഡിക്കുകയാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന എല്ലാവരുടെയും പിറന്നാളിന് ഇതേപോലെ സദ്യ പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ്. സീ യു. ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോയത്. വെരി ലോങ് ഡേ, വെരി പ്രൊഡക്റ്റീവ് ഡേ, വെരി എൻ്റർടൈനിങ് ഡേ, വെരി ടയേർഡ് ഡേ. മൈക്കില്ലേ? അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് എടുക്കും. ഇനി നാളെ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം, നന്ദി, നമസ്കാരം, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും.